ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബി.എഡ് കഴിഞ്ഞ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് HSA എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ? ഒരു പാഷനായി കണ്ടുകൊണ്ട് തന്നെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിയ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് HSA എന്ന് പറയുന്നത്. അപ്പോൾ HSAക്കുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളും അതേപോലെ തന്നെ പ്രിപ്പറേഷൻസും കുറച്ചുകൂടെ ഊർജിതമാക്കാനും നിങ്ങളെ കൃത്യമായ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാനുമായിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ HSAയുടെ പ്രീമിയം കോഴ്സസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് HSAയുടെ പഠനത്തിൽ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് HSAയുടെ ഒരു സീരീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. HSAയുടെ ജനറൽ പേപ്പറും അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു സീരീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മിഷൻ HSA എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകളാണ് നൽകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന HSAയും LPUPയും കേട്ടറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതുന്ന ഏതൊരു മത്സര പരീക്ഷകളായിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള എല്ലാ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസും നിങ്ങളുടെ വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ, കൃത്യമായി തന്നെ പഠിച്ചു പോവാം. നല്ലൊരു റാങ്കിലേക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ പറയുന്ന പഠനം നമ്മളുടെ HSAയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ സ്ട്രാറ്റജീസോട് കൂടി കൃത്യമായ സപ്പോർട്ടോടു കൂടെ ആണെങ്കിലോ അല്ലെ, നമ്മളുടെ NCF 2005 പറഞ്ഞ പോലെ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ, അതേപോലെ തന്നെ ഷുഡ് ബി എ മെന്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു പ്രീമിയം കോഴ്സോട് കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ HSAക്ക് വേണ്ടി നാച്ചുറൽ സയൻസിനെയും ഫിസിക്കൽ സയൻസിനെയും മാത്തമാറ്റിക്സിനെയും മലയാളത്തിനെയും ഇംഗ്ലീഷിനെയും സോഷ്യൽ സയൻസിനെയും എല്ലാം പ്രീമിയം കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പഠിക്കുന്നു. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ PDF മെറ്റീരിയൽസും നിങ്ങൾക്ക് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ SCRTയും NCRTയും ഡിഗ്രി ലെവൽ കണ്ടന്റുകളും ഉൾപ്പെടുന്ന ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള PDF മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസും മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും അതോടൊപ്പം തന്നെ PYQ ഡിസ്കഷൻസും കറണ്ട് അഫയേഴ്സും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സാണ് നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. 9446537080 എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ. അടുത്ത HSA നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജീസിനോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങളൊരു ഹൈസ്കൂൾ അധ്യാപികയാവും എന്നുള്ളത് മറക്കണ്ട. ഓക്കെ, ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ ഹൈസ്കൂൾ അധ്യാപികയാവുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് അല്ലേ? അപ്പോൾ ഇനി അത് സ്വപ്നം മാത്രമല്ല, യാഥാർത്ഥ്യമാക്കാം എയിം സ്റ്റഡി സെന്ററിനോടൊപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഘടനയാണ്. ഓക്കെ, അപ്പോൾ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ആറ്റത്തെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഓക്കെ, അതിൽ നമുക്ക് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആറ്റത്തിന്റെ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ആറ്റം മാതൃക, അതായത് നമ്മളുടെ ഇപ്പോൾ ജോർജ് തോംസൺ ആണെങ്കിലും റുദർഫോർഡ് ആണെങ്കിലും ഒക്കെ മുന്നോട്ട് വെച്ച് ആറ്റം മാതൃകകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. കൂടുതൽ ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ കണം, അതായത് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു തിയറി വരുന്നത് ഈ ആറ്റോമിക സിദ്ധാന്തം നമ്മളെ ജോൺ ഡാൾട്ടൺ കൊണ്ടുവരുന്നത് കൂടെയാണോ? അല്ല അല്ലെ. അതായത് 6ാം നൂറ്റാണ്ട് BC തന്നെ നമ്മുടെ ഭാരതീയനായ കണാദ മുനി എന്തു പറഞ്ഞിരുന്നു? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് പരമാണു എന്നുള്ള ഒരു വസ്തു കൊണ്ടാണ്.
ഓക്കെ, പരമാണു എന്നുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്ന് അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള വൈശേഷിക സൂത്രത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് 1807 നമ്മുടെ ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം കൊണ്ടുവരുന്നതിന്റെ എത്രയോ മുൻപ് വന്നതാണ് അല്ലെ. അതോടൊപ്പം തന്നെ ഈ 4-ാം BC-യിലും അതോടൊപ്പം തന്നെ 1-ാം BC-യിലൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ സോക്രട്ടീസും പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും പോലെയുള്ള ഒരുപാട് സയന്റിസ്റ്റുകൾ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് ഇത്തരത്തിൽ ഒരു അടിസ്ഥാനപരമായ കണികയുടെ പ്രസൻസ് ഉണ്ട് എന്ന രീതിയിലുള്ള പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രപഞ്ചം എന്നുള്ള തിയറിയും മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഈ പറയുന്ന തിയറികളെല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റുകളെല്ലാം തന്നെ ഇവരുടെ എല്ലാം ഊഹങ്ങളിൽ നിന്നും വന്ന കൺസെപ്റ്റുകളാണ്. ഓക്കെ, പക്ഷേ ഈ കൺസെപ്റ്റുകൾക്കെല്ലാം ശാസ്ത്രീയമായ ഒരു അടിത്തറ നൽകാനോ തെളിവ് നൽകാനോ അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സാധിച്ചിരുന്നില്ല. ഇതിന് ശാസ്ത്രീയപരമായ ഒരു നിർവചനം നൽകുന്നത് ആരാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. 1807 അദ്ദേഹം ആറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അപ്പൊ ഈ ആറ്റോമിക സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കണിക എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും നിർമ്മിതമായിരിക്കുന്നത് ആറ്റം എന്ന വസ്തു കൊണ്ടാണ്. അതായത് നമ്മുടെ ഗ്രീക്ക് പദമായ അറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ഈ പറയുന്ന ആറ്റം എന്ന വേർഡ് ഉണ്ടാവുന്നത് കേട്ടോ. വിഭജിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ആറ്റമോസ് എന്ന വാക്കിന് അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന ആറ്റത്തെ വിഭജിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ പുതിയതായി നിർമ്മിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ കോൺസ്റ്റന്റ് മാസ് റേഷ്യോയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു മൂലകത്തിൻ്റെ ആറ്റത്തിന് സെയിം സൈസും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വഭാവവും സെയിം ആയിരിക്കും. മൂലകം മറ്റൊന്നാവുമ്പോൾ, അതായത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സൈസും വ്യത്യസ്ത സ്വഭാവവുമായിരിക്കും എന്നെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് തന്മാത്ര രൂപീകരിക്കുന്നത് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു അറ്റോമിക സിദ്ധാന്തം നിലനിൽക്കുന്നത് ഏതുവരെയായിരുന്നു? നമ്മളുടെ ഈ പറയുന്ന സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തുന്നത് വരെ ആയിരുന്നു ഈ ആറ്റം എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണ് എന്നുള്ള കൺസെപ്റ്റ് നിലനിന്നിരുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മുടെ ലോകം എത്തുകയാണ് അല്ലെ. അതായത് നമ്മളുടെ ജെ ജെ തോംസന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ കാത്തോഡ് റേകളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുകയും അതിലൂടെ ഇലക്ട്രോൺ എന്ന കൺസെപ്റ്റിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. അതായത് നമ്മളുടെ കാത്തോഡ് റേ എക്സ്പെരിമെന്റിലൂടെ കാത്തോഡിൽ നിന്നും ആനോഡിലേക്ക് ഉണ്ടാവുന്ന രശ്മികളെ മനസ്സിലാക്കുകയും ഒരു നെഗറ്റീവ് രശ്മികൾ, അതായത് ഈ പറയുന്ന എല്ലാ എലമെന്റ്സിലും കാണപ്പെടുന്ന ഒരു നെഗറ്റീവ് പദാർത്ഥത്തിന്റെ പ്രസൻസ് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു നെഗറ്റീവ് പദാർത്ഥം ഈ ഒരു നെഗറ്റീവ് പദാർത്ഥത്തിന്റെ പ്രസൻസ് അവിടെ മനസ്സിലാക്കുകയും ആ നെഗറ്റീവ് പദാർത്ഥത്തെ അദ്ദേഹം ഇലക്ട്രോൺ എന്ന പേര് നൽകുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ജെ തോംസൺ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് നമ്മുടെ പ്ലം പുഡിംഗ് മാതൃക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. ജെ തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിന്റെ കണ്ടെത്തലുകളിൽ നിന്നാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ഒരു വസ്തു ഉണ്ട്, അതായത് ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ്. പക്ഷേ അതൊരു പോസിറ്റീവ് സെന്റേർഡിലാണ് ഉള്ളത്, അതായത് ഒരു പോസിറ്റീവ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഗോളത്തിനകത്ത് ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചില കണികകളാണ് ഇലക്ട്രോൺസ് എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? നമ്മുടെ ജെ തോംസൺ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലം പുഡിംഗ് മാതൃകയിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? 10⁻⁻10 എന്ന റേഡിയസിൽ നിൽക്കുന്ന ഒരു ഗോളമുണ്ട്. ആ ഗോളത്തിനകത്ത് ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ചാർജിനകത്ത് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്
ഓക്കെ, 10⁻⁻10 എന്ന രീതിയിൽ വന്നിരിക്കുന്ന ഇതിനകത്ത് ഈക്വലി പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ചാർജിൻ്റെ അവിടെയായി ആരുണ്ട്? നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് വിന്യസിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്? അതായത് ഇതിൻ്റെ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ അവിടെയായി വിന്യസിച്ചിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ആറ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന നെഗറ്റീവ് കണികകളെ ഈ പോസിറ്റീവ് സെന്റേഴ്സിനകത്ത് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഭാഗം എല്ലാം പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള മാസിൻ്റെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അതിനകത്ത് നെഗറ്റീവ്ലി ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രോൺസ് വിന്യസിച്ചിരിക്കുന്നു. എങ്ങനെയാണോ തണ്ണിമത്തൻ, ഈ ഒരു തണ്ണിമത്തൻ്റെ ഈ ഒരു റെഡിനെ അദ്ദേഹം എന്തായി കണ്ടു? നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഗോളത്തിനകത്ത് മുഴുവനായും കണ്ടു. ഇലക്ട്രോൺസിനെ അതിനെ കുരുവായും കൂടെ അദ്ദേഹം കമ്പയർ ചെയ്തുകൊണ്ടാണ് പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ മുന്നോട്ട് വെക്കുന്നത്. ഇതിന് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു എങ്കിലും എന്തിനു സാധിച്ചില്ല? അതിനെക്കുറിച്ച് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള വിശദീകരണങ്ങൾ നൽകാനോ ഒന്നും ഈ മോഡലിന് സാധിച്ചില്ല. അതിനുശേഷം നമ്മുടെ റുദർഫോർഡ് എന്ത് ചെയ്തു? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ പ്രോട്ടോണിന്റെ സാന്നിധ്യം മനസ്സിലാക്കി. ഓക്കെ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ ഒരു ആൽഫ ബീം, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് എന്ത് ചെയ്തു? സോളാർ സിസ്റ്റം മോഡൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് ഒരു ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ കിരണങ്ങളെ വളരെ വേഗത്തിൽ പതിപ്പിക്കുകയും ഈ വേഗത്തിൽ പതിച്ച ആൽഫ കിരണങ്ങളുടെ ശക്തി മൂലം അതിൽ നിന്നുണ്ടാവുന്ന കിരണങ്ങൾ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഈ പറയുന്ന ഗോൾഡ് ഫോയിലിൽ തട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സിങ്ക് സൾഫൈഡ്, അതായത് ഒരു ഫ്ലൂറസെന്റ് സ്ക്രീനാണ് കേട്ടോ, ആ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ഉണ്ടാക്കുന്ന ഇമേജസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കിരണങ്ങളെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയുമാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റുദർഫോർഡിൻ്റെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യത്തേത്, ഈ പറയുന്ന ആൽഫ കിരണങ്ങൾ ഒരു മേജർ പാർട്ടും, ഈ പറയുന്ന ആൽഫ കിരണങ്ങളുടെ മേജർ പാർട്ടും എന്ത് ചെയ്തു? വ്യതിയാനം കൂടാതെ മേജർ പാർട്ടും കടന്നുപോയി. വളരെ കുറച്ച് എന്ത് ചെയ്തു? ചെറിയ ഒരു ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു പോയി. അതിനുശേഷം അതിനേക്കാളും വളരെ കുറച്ച് കേട്ടോ, ഒരു സ്മോൾ പെർസെൻറ്റേജ് എന്ത് ചെയ്തു? മാത്രം 180 ഡിഗ്രിയിൽ എന്ത് ചെയ്തു? റിഫ്ലക്റ്റ് ചെയ്ത് ബാക്കിലോട്ട് വന്നു. അതായത് 180 ഡിഗ്രിയിൽ വരെ വ്യതിചലിച്ച് പിന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന 3 നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് നിഗമനങ്ങളിലേക്ക് എത്തി. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഞാൻ പറഞ്ഞു അല്ലേ, കുറേ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? വ്യതിയാനം ഒന്നും കൂടാതെ കടന്നുപോയി. കുറച്ച് എന്ത് ചെയ്തു? ചെറുതായി ഒന്ന് വ്യതിചലിച്ചു അല്ലെ, ചിലതെങ്കിലും വ്യതിചലിച്ചു. വളരെ കുറച്ച് എന്ത് ചെയ്തു? തിരിച്ച് വന്നു അല്ലെ. ഈ രീതിയിലാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഇതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് പറയാമോ? അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടെണ്ണം ഒരു ഡീവിയേഷനും ഇല്ലാതെ കടന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആദ്യത്തെ നിഗമനം എന്തായിരുന്നു? ആറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ശൂന്യമായി തന്നെ കിടക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതിന് ബ്ലാങ്ക് സ്പേസിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. ഓക്കെ, ദെൻ വളരെ കുറച്ച് മാത്രം ചിലത് വ്യതിചലിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനർത്ഥം 10⁻⁻10 എന്നുള്ള റേഡിയസിലാണ് ആറ്റം എന്നുണ്ടെങ്കിൽ അതിൽ 10⁻⁻15 എന്ന രീതിയിലേ ആരുള്ളൂ? ന്യൂക്ലിയസ്
ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റേർഡ് ആണ് അല്ലേ? അപ്പോൾ അതിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് അയക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് അവിടെ പോസിറ്റീവ് വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഈ പറയുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ സോളാർ സിസ്റ്റം മോഡൽ. അതായത് ഒരു വലിയ ഒരു ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്പിയറിനകത്ത് സെൻറ്റേർഡ് ആയിട്ട് വളരെ ചെറിയൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും കൃത്യമായ ഒരു പാതയിലൂടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ വലയം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, കൃത്യമായ പാതയിലൂടെ വലയം വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിന് സമാനമായി? നമ്മുടെ ഇലക്ട്രോൺസ് നമ്മളുടെ ന്യൂക്ലിയസിനെ വലയം വെക്കുന്നത് എങ്ങനെയാണോ സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് അതേ രീതിയിലാണ് എന്ന കൺസെപ്റ്റാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം തന്നെ പോസിറ്റീവ്ലി സെൻറ്റേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ കറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു മോഷൻ്റെ ഭാഗമായി നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ മാക്സ്വെൽ പറഞ്ഞ പോലെ എന്ത് പുറത്തേക്ക് വരണം? ഊർജ്ജങ്ങൾ പുറത്തേക്ക് വരണം അല്ലേ? കാരണം ഈ പറയുന്ന മോഷൻ്റെ ഭാഗമായി ഈ പറയുന്ന ഡയറക്ഷൻ റെഗുലർലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് ഒരു കൃത്യമായ ത്വരണം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? ത്വരണം മീൻസ് ആക്സലറേഷൻ കേട്ടോ. അങ്ങനെ ആക്സലറേഷൻ മോഷനോടുകൂടെ ചലിക്കുന്ന ഏതൊരു വസ്തുവും ഊർജം പുറത്തേക്ക് വിടണ്ടേ? അങ്ങനെ പുറത്തേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ ദ കാൽക്കുലേഷൻ 10⁻⁻8 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഊർജ്ജമെല്ലാം പുറത്തേക്ക് വരികയും ഈ സ്പൈറലി മൂവ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയസിലേക്ക് നമ്മുടെ ഇലക്ട്രോൺ ഇത്രയും വലിയൊരു ഓർബിറ്റിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഊർജ്ജം കുറഞ്ഞ് വന്ന് അത് സ്പൈറലി വന്ന് ഈ ന്യൂക്ലിയസിൽ വന്ന് പതിക്കാനുള്ളൊരു സാധ്യത അവിടെ കാണുന്നില്ലേ അല്ലേ? അങ്ങനെ ഊർജ്ജം കുറയും തോറും ഇത് പറയുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാതയുടെ വൃത്തത്തിൻ്റെ ആരം കുറയുകയും സ്വാഭാവികമായും ഈ കുറഞ്ഞ വൃത്തം ആരം കുറഞ്ഞ് അത് സ്പൈറലി മൂവ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയസിൽ വന്ന് പതിക്കുകയും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുന്നില്ല ആണോ? അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺ അവിടെ നിശ്ചലാവസ്ഥയിലാണെങ്കിലോ അല്ലെ? ഈ കറങ്ങുകയാണെങ്കിലേ അവിടെ ഊർജ്ജം നമ്മുടെ മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം പുറത്തേക്ക് വിടുന്നുള്ളൂ. എങ്കിൽ അത് അവിടെ നിശ്ചലാവസ്ഥയിലാണെങ്കിലോ എന്ന് നമുക്ക് ചോദിച്ചുകൂടെ? അപ്പോൾ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ പോലും ഒരു ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ന്യൂട്ടന്റെ സാർവ്വിക ഗുരുത്വാകർഷണ നിയമമൊക്കെ പറയുന്ന പോലെ തന്നെ പരസ്പരം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ന്യൂക്ലിയസ് ആകർഷിക്കും തോറും ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഇതിനടുത്തേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ കൃത്യമായ ഒരു പാതയിലൂടെ ചലിക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ജെ തോംസൺ പറഞ്ഞ പോലെ ഒരു ആറ്റം മാതൃകയുടെ ഒരു സ്മോൾ വേർഷൻ ആയിട്ട് മാറാനും സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതൊന്നുമല്ല അവിടുത്തെ കൺസെപ്റ്റ് എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീടുള്ള ഡൗട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഊർജം കുറയുന്നു അല്ലെങ്കിൽ ഇത് സ്പൈറലി വന്ന് മൂവ് ചെയ്ത് ഇതിലേക്ക് വന്ന് വീണാലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വീഴുന്നില്ല എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചില്ല? നമ്മുടെ റൂദർഫോർഡിന് സാധിച്ചില്ല. അതായത് ഇലക്ട്രോൺസിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാനായിട്ട് നമ്മളുടെ റൂദർഫോർഡിന് സാധിച്ചില്ല. ഓക്കെ, അപ്പൊ ന്യൂനത എന്താണ്? ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി അല്ലെ? നമ്മുടെ ആറ്റത്തിന്റെ ഇലക്ട്രിക്കൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചില്ല? നമ്മൾ റൂദർഫോർഡിന് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ന്യൂനതകളെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മളുടെ അടുത്ത മോഡൽ വരുന്നത്. അതാണ് ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഊർജ്ജ നിലകളെ കുറിച്ചും നമ്മുടെ സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊരു മോഡലായിരുന്നു ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ക്ലാസ്സസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ്. താങ്ക് യു.